വാക്കുതർക്കങ്ങൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകാം. എന്നാൽ ഒരു നിമിഷത്തെ പ്രകോപനം, ഒരു വാശി, അത് ഒരു ജീവൻ എടുക്കുന്നതിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് ക്രൂരത എന്നതിലുപരി ഒരു വലിയ സാമൂഹിക വിപത്താണ്. മലപ്പുറം കരിങ്കല്ലത്താണിയിൽ നിന്നും കേൾക്കുന്നത് അത്തരം ഒരു നടുക്കുന്ന വാർത്തയാണ്. വെറും 5 മാസം നീണ്ട ദാമ്പത്യം, ഒടുവിൽ മണ്ണെണ്ണയൊഴിച്ച് പച്ച മനുഷ്യനെ തീ കൊളുത്തുന്ന പിശാചായി ഒരു ഭർത്താവ് മാറുന്നു. എന്തായിരുന്നു ആ തർക്കം? എന്തിനായിരുന്നു ആ കൊലപാതകം? പരിശോധിക്കാം. മരിച്ച ഷഫ്നയ്ക്ക് വയസ്സ് 25. 5 മാസം മുൻപാണ് അരക്കുംപറമ്പ് സ്വദേശി മുൻഷാദുമായി ഇവരുടെ വിവാഹം കഴിയുന്നത്. ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു. പഴയ മുറിവുകൾ ഉണക്കി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിച്ച ഷഫ്നയ്ക്ക് പക്ഷെ കാലം കരുതി വച്ചത് മറ്റൊന്നായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 20 ഉച്ച സമയം വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനെ ചൊല്ലിയാണ് ഇരുവരും തമ്മിൽ തർക്കം തുടങ്ങുന്നത്. ആ തർക്കം അധിക്ഷേപങ്ങളിലേക്കും പിന്നീട് കയ്യാങ്കളിലേക്കും നീങ്ങി. പ്രകോപിതനായ മുൻഷാദ് വീട്ടിനകത്തുണ്ടായിരുന്ന മണ്ണെണ്ണയെടുത്ത് ഷഫ്നയുടെ ശരീരത്തിലേക്ക് ഒഴിക്കുകയായിരുന്നു. നിലവിളിക്കാൻ പോലും സമയം നൽകാതെ അയാൾ തീ കൊളുത്തി. ശരീരമാകെ തീ പടർന്ന ഷഫ്നയെ ആദ്യം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് നില വഷളായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ചു. കഴിഞ്ഞ 2 ദിവസമായി മരണത്തോട് മല്ലിടുകയായിരുന്നു ആ പെൺകുട്ടി. ഒടുവിൽ ഇന്നലെ രാവിലെ ഷഫ്ന ഈ ലോകത്തോട് വിട പറഞ്ഞു. ആദ്യ വിവാഹത്തിലുള്ള കുഞ്ഞിനെ തനിച്ചാക്കിയാണ് ആ അമ്മ യാത്രയായത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതി മുൻഷാദിനെ പെരിന്തൽമണ്ണ പോലീസ് അതിവേഗം വലയിലാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഷഫ്നയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കബറടക്കി. സാധനങ്ങൾ വാങ്ങുന്നത് പോലെയുള്ള നിസ്സാര കാര്യങ്ങൾ പോലും കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ ക്രിമിനൽ ചിന്താഗതികൾ വർദ്ധിക്കുന്നത് വലിയ ആശങ്കയാണ് നൽകുന്നത്. 5 മാസം മാത്രം നീണ്ട ഒരു ദാമ്പത്യം മണ്ണെണ്ണയൊഴിച്ച് ഭർത്താവ് ചുട്ടുകരിച്ചപ്പോൾ ഇല്ലാതായത് ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളാണ്. നിസ്സാരമായ വാക്കുതർക്കങ്ങൾ പോലും ജീവനെടുക്കുന്ന തരത്തിലുള്ള ക്രൂരതയായി മാറുന്നത് മനുഷ്യത്വം മരവിക്കുന്നതിന്റെ തെളിവാണ്. പ്രതിയായ മുൻഷാദിന് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.